ആകട്ടെ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി ഞങ്ങളുടെ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ആനയാർ ദേശനിവാസികളായ എല്ലാ പ്രിയപ്പെട്ടവരെയും, ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, കുടുംബനാഥന്മാരെയും, അവിടെ ആയിരിക്കുന്ന സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഞങ്ങൾ വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഇപ്രകാരം ഒരു കൂടിവരവ് ഞങ്ങളിവിടെ ക്രമീകരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ആയിരിക്കുന്നത്. അതിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ഇവിടെയുള്ള കുടുംബത്തിലായിരിക്കുന്ന പ്രിയ രാജേഷ് ബദർ കുടുംബം, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന ശ്രീകല സഹോദരി കുടുംബം, ഇവരെല്ലാവരോടും പ്രത്യേകമായി ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സന്തോഷ വർത്തമാനമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ സന്തോഷ വർത്തമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. മാർക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അത് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നാണ് യേശു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ, ബൈബിൾ പറഞ്ഞിരിക്കുന്നു കാലം തികഞ്ഞിരിക്കുന്നു, സമയമായിരിക്കുന്നു, അത് കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഒരു അല്പനിമിഷങ്ങൾ നിങ്ങൾ ശ്രദ്ധയെ ഞങ്ങൾ തിരിക്കുകയാണ്. എന്താണ് മാനസാന്തരം, എന്താണ് സുവിശേഷം? ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞ് ഇന്ന് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയെ അല്പസമയത്തേക്ക് ഞങ്ങൾ ശ്രമിക്കുകയാണ്. ദൈവത്തിന് ഇവിടെ അറിയാം, ഈ ശ്രീകല എന്നുള്ള ഈ സഹോദരി 2 പെൺകുഞ്ഞുങ്ങളുമായിട്ടാണ് അവർ യേശുവിനെ ആരാധിക്കാൻ വേണ്ടി കടന്നു വന്നത്. എന്നാൽ ഇന്നൊരു സാക്ഷ്യം പറഞ്ഞു, അവർ മരിക്കാൻ വേണ്ടി ഇരുന്ന ഒരു സഹോദരിയാണ്. തന്റെ കടഭാരം കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയാതെ 2 കുഞ്ഞുങ്ങളുമായിട്ട് അത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിരുന്ന ഒരു കുടുംബമാണ്. എന്നാൽ ഇന്ന് ആ സഹോദരി ക്രിസ്തുവിനെ അറിഞ്ഞ് 2 കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. എവിടെയാണോ മരിക്കണമെന്ന് ആഗ്രഹിച്ചത് അവിടെ മരിക്കുവാനല്ല, മറിച്ച് അവിടെ നിവർന്നു നിന്നുകൊണ്ട് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് അവരെ സഹായിച്ചു. മൂത്ത മകള് കുടുംബമായിട്ട് അവരനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു. ഇവിടെ വീട് വെച്ച് ഇവിടെ താമസിക്കുന്നു. ഇളയ മകൾ സൗദി അറേബ്യയിലെ ഒരു കുടുംബമായിട്ട് ആയിരിക്കുന്നു. 2 പേരുടെയും കുഞ്ഞുങ്ങളെ കാണുവാനുള്ള ഭാഗ്യം ഇന്ന് കർത്താവ് കൊടുത്തു. പക്ഷെ ആ 3 വ്യക്തികളും നഷ്ടപ്പെട്ടു പോകേണ്ടതായ 3 മക്കളും ഇന്നവരെ ജീവിക്കാതെ അവർ വർദ്ധിച്ച് പെരുകുവാൻ തക്കവണ്ണം കർത്താവ് അവരെ അനുഗ്രഹിച്ചു. അതാണ് ഈ സുവിശേഷം ചെയ്യുന്നത്. യേശു കർത്താവ് ഏത് വീട്ടിൽ കടന്നു ചെല്ലുമോ അവിടെ സമാധാനം ഉണ്ടാകും. യേശു കർത്താവ് ഏത് വീട്ടിൽ കടന്നു ചെല്ലുമോ അവിടെ സന്തോഷം ഉണ്ടാകും. യേശു കർത്താവ് ഏത് വീട്ടിൽ കടന്നു പോകുന്നുവോ ആ വീട്ടില് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ആനയാർ ദേശത്തില് ഞാൻ ചിന്തിക്കുകയാണ്, നമ്മുടെ എല്ലാ ആയുസ് ദൈവത്തിന്റെ കരങ്ങളിലാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ മീറ്റിംഗ് വെച്ചതാണ്. പക്ഷെ അന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ അന്നുണ്ടായിരുന്ന പല വ്യക്തികളും ഇന്ന് ലോകം ജീവിച്ചിരിപ്പില്ല. അന്നുണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ എല്ലാം ജീവിതം ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ ആയുസ്സായിരിക്കുന്നു. ഒരു ദിവസം നമ്മൾ ലോകം വിട്ട് പോകേണ്ടതായ ഒരു ദിവസം വരും. എന്നാൽ ബൈബിളിൽ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ഒരു മാനസാന്തരം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമുക്ക് തീർച്ചയായിട്ടും യേശുവിനെ അറിയാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുന്നു. എന്താണ് മാനസാന്തരം? ബൈബിളിൽ പറയുന്നു, റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സ് നഷ്ടപ്പെട്ടവരായിരിക്കുന്നു. ഒരു വ്യത്യാസവുമില്ല. പണ്ഡിതനാണെങ്കിലും ശരി, പാമരനാണെങ്കിലും ശരി, വിദ്യാസമ്പന്നാണെങ്കിലും ശരി, വിദ്യാവിഹീനാണെങ്കിലും ശരി, ജീവിതത്തിന്റെ ഏത് തുറവുള്ള വ്യക്തികളാണെങ്കിലും ശരി, ബൈബിൾ പറയുന്നു ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ്സ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ചിലർ പറയാറുണ്ട്, അയ്യോ പാസ്റ്റർ, ഞാൻ അങ്ങനെ പാപമൊന്നും ചെയ്യുന്നില്ല, ഞാൻ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല, ഞാൻ എന്റെ കാര്യവും നോക്കി എന്റെ കുടുംബവും നോക്കി ജീവിക്കുന്ന ഒരാളാണ്, ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല, ഞാൻ ആരുടെയും പിടിച്ചു പറിക്കാൻ പോകാറില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട്. പ്രിയമുള്ളവരെ, എന്താണ് പാപം? ബൈബിളിൽ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ആരുടെയും പിടിച്ചു പറിക്കാൻ പോയില്ലെങ്കിലും അത് ബൈബിളിൽ പറയുന്നു, നീതിമാൻ ആരുമില്ല, നീതിമാൻ ആരുമില്ല. നമ്മുടെ മനസ്സിനകത്ത് വൈരാഗ്യമുണ്ടെങ്കിൽ അതൊരു പാപമാണ്. വിദ്വേഷമുണ്ടെങ്കിൽ അതൊരു പാവമാണ്. ആരുടെങ്കിലും ക്ഷമിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു പാവമാണ്. സ്വാർത്ഥപരമായ ചിന്താഗതി ഉണ്ടെങ്കിൽ അതൊരു പാവമാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അതൊരു പാവമാണ്. നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ അതൊരു പാവമാണ്. അസൂയ ഉണ്ടെങ്കിൽ അതൊരു പാവമാണ്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ലോകത്തിൽ ആരും തന്നെ ഇല്ല, പാപം ചെയ്യാത്ത ആരും തന്നെ ഇല്ല. എല്ലാവരിലും പാപമുണ്ട്. ഒരു കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിന്റെ ജീവിതത്തിലും ആരും പഠിപ്പിക്കേണ്ട, ആ കുഞ്ഞിന്റെ ഉള്ളിൽ പോലും ഒരു പാപമുണ്ട്. ബൈബിൾ പറയുന്നു, അതാണ് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത്
ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുന്നു. ബൈബിൾ പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണം. റോമർ 6:23 പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അത് ബൈബിൾ പറയുന്നു പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയത്തില്ല. പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മരണമാണ്. ആ വ്യക്തിക്ക് ദൈവമായിട്ട് ഒരു കോണ്ടാക്റ്റും കാണത്തില്ല. കാരണം ദൈവം വിശുദ്ധനാണ്. ദൈവം സ്നേഹവാനായ ദൈവമായിരിക്കുമ്പോൾ ദൈവം ഹോളിയാണ്. അവൻ ഹോളിയായിട്ടുള്ള വിശുദ്ധനായ ഒരു ദൈവമാണ്. ഈ ദൈവത്തിന്റെ അടുത്ത് പാപവും കൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. നമുക്ക് പോകണമെങ്കിൽ, ദൈവത്തിന്റെ അടുത്ത് പോകണമെങ്കിൽ ഈ പാപത്തിന് ഒരു പരിഹാരം വരുത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു. എങ്ങനെ ഒരു പരിഹാരം വരും? വിശുദ്ധ ബൈബിൾ പറയുന്നു ആ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നു. യേശുവിന് ജനിക്കുവാൻ സ്ഥലമില്ലായിരുന്നു. ഈ ലോകത്തിൽ മണിമാളികളല്ല കർത്താവ് ജനിക്കുന്നത്. യേശു ജനിക്കുവാൻ ഇടമില്ലാതെ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ പശുത്തൊഴുത്തിൽ കിടത്തിയെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിനെ കിടത്തുവാൻ പോലും ഒരു സ്ഥലമില്ല. പശുക്കളുടെ തൊഴുത്തിലാണ് യേശുവിനെ കിടത്തിയത്. അത് യേശുവിന് ജനിക്കുവാൻ സ്ഥലമില്ല. അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ വളരെ താഴ്ന്നൊരവസ്ഥയിലാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. എന്തിനു വേണ്ടിയാണ് യേശു കടന്നു വന്നത്? ബൈബിൾ പറയുന്നു നമ്മുടെ പാപത്തിന് ഒരു പരിഹാരം വരുത്തുവാനായി യേശു കടന്നു വന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു കർത്താവ് ഈ ലോകത്തിൽ വന്ന് അവൻ കഷ്ടത അനുഭവിക്കുന്നവരെ അവൻ ആശ്വസിപ്പിച്ചു. യേശു മത്തായി 11-ാം 26-27 വാക്യങ്ങൾ വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായാലും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശു കഷ്ടപ്പെടുന്നവരെ നോക്കി പറഞ്ഞു, അത് എൻ്റെ അടുക്കലേക്ക് വരിക, ഞാൻ നിനക്ക് ആശ്വാസം തരാം. രോഗികളായി മാനസികമായി തകർന്ന ആൾക്കാരടുത്ത് പോയി യേശു രോഗത്തെ സൗഖ്യമാക്കി. യേശു തൊട്ടപ്പോൾ കുഷ്ഠരോഗം മാറി. യേശു തൊട്ടപ്പോൾ കൂടുതൽ കാഴ്ച കിട്ടി. യേശു തൊട്ടപ്പോൾ മരിച്ച ആൾക്കാർ എഴുന്നേറ്റു. അങ്ങനെ യേശു പോയിടത്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു. യേശു പോയിടത്തെല്ലാം ദുഃഖിതർക്ക് ആശ്വാസം ലഭിച്ചു. യേശു പോയിടത്തെല്ലാം സ്വസ്ഥതയില്ലാത്തവർക്ക് സമാധാനം ലഭിച്ചു. ഇന്ന് ഈ വൈകിയ വേളയിൽ യേശു ആനയാറിൽ കടന്നു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ വീട്ടിലേക്ക് യേശു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇത് തകർന്നൊരവസ്ഥ നീ ആയിരിക്കുന്നുണ്ടോ? പക്ഷെ കടഭാരമായിരിക്കാം, അല്ലെങ്കിൽ രോഗമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ആരോട് പറയാൻ കഴിയാത്ത വേദനയായിരിക്കാം. എന്തുമാകട്ടെ, ഇന്ന് യേശു നിന്നെ കാണുന്നുണ്ട്. ഇന്ന് യേശു നിന്നെ കാണുന്നുണ്ട്. ബൈബിൾ പറയുന്നു യേശു പോയ എല്ലായിടത്തും അവന്റെ അത്ഭുതങ്ങൾ സംഭവിച്ചു. യേശു തൊട്ടവർ സൗഖ്യമായി. യേശു കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം കൊടുത്തു. ഭാരപ്പെടുന്നവർക്ക് സമാധാനം കൊടുത്തു. അവൻ സഹോദരിമാരുടെ കണ്ണുനീർ തുളച്ചു. അവൻ സഹോദരന്മാർക്ക് വിടുതൽ കൊടുത്തു. അവൻ അന്ധന്മാർ കാഴ്ച കൊടുത്തു. യേശു പോയിടത്തെല്ലാം അതെ അവൻ ജീവിതങ്ങൾക്ക് മാറ്റം വരുത്തി. ഇന്ന് യേശുവിനെ അതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിപ്പാനായിട്ട് ഒരു അവസരം കർത്താവ് തരികയാണ്. ഇന്ന് ദൈവമക്കളെ, യേശുവിന്റെ ഏറ്റവും വലിയ അത്ഭുതം രോഗസൗഖ്യമല്ല. യേശുവിന്റെ ഏറ്റവും വലിയ അത്ഭുതം മരിച്ചൊരാളെ ഉയർപ്പിക്കുന്നതല്ല. യേശുവിന്റെ ഏറ്റവും വലിയ അത്ഭുതം കുഷ്ഠരോഗം മാറ്റുന്നതല്ല. യേശുവിന്റെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ പാപത്തെ മോചിക്കുന്നതാണ്. അത് റോമർ 5:8 പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. യേശുവിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് മാനവരാശിക്ക് വേണ്ടി നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുന്ന ആ വലിയ സ്നേഹം, അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തുന്ന ആ വലിയ സ്നേഹം, അതാണ് ഏറ്റവും വലിയ സ്നേഹം. പ്രിയമുള്ളവരെ, ഈ യേശുവിന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ക്രൂശിലുള്ള മരണമല്ല. ക്രൂശിൽ മരിക്കുന്നതുകൊണ്ട് വേദനയുണ്ടല്ല, അതിനേക്കാളും വലിയ വേദന എന്ന് പറയുന്നത് ബൈബിളിൽ പറയുന്നു, യേശു ക്രൂശിൽ കിടന്ന് നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നീ എന്നെ കൈവിട്ടതെന്ത്? നമുക്കറിയാം, നമ്മുടെ ഇവിടെയുള്ള പ്രിയ കുഞ്ഞുങ്ങള്, പ്രത്യേകിച്ച് ഇളയ മോള്, ഇവിടെയുള്ള സുസ്മിത വിവാഹം കഴിഞ്ഞ് പോയി സൗദി അറേബ്യയിലാണ് ഭർത്താവ് ജോലി ചെയ്യുന്നത്. അതെ, ആ മകൾ വിവാഹം കഴിഞ്ഞ് ആ സൗദിയിലേക്ക് പോകാൻ നേരത്ത് അതെ ഒരുപക്ഷെ അമ്മയ്ക്കറിയാം, എൻ്റെ മോള് സൗദി പോയാൽ 1 വർഷം കഴിഞ്ഞ് വീണ്ടും വരും എന്ന് അമ്മയ്ക്ക് അറിയാമെങ്കിലും, പ്രൈസ് ദി ലോർഡ്, അമ്മയ്ക്ക് അത് സന്തോഷമാണെങ്കിലും താൽക്കാലികമായ ഒരു യാത്രയാണെന്ന് അറിയുമെങ്കിലും അമ്മയ്ക്ക് ആ മോള് ഈ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു അമ്മയ്ക്കൊരു വേദനയുണ്ട്. ഹല്ലേലൂയ. അതെ, ആ സന്തോഷമുള്ള ഒരു കല്യാണമാണ്, സന്തോഷമുള്ള ഒരു യാത്രയാണ് എന്നെല്ലാം അറിയാമെങ്കിലും അമ്മയ്ക്ക് മോളെ പിരിയുമ്പോൾ ഒരു വേദനയുണ്ട്. ആ വേദന വലിയ വേദനയാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ യേശു കർത്താവ് ക്രൂശിൽ നിലവിളിക്കുകയാണ്. യേശുവിന് അറിയാം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. യേശുവിന് അറിയാം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യും. യേശുവിന് അറിയാം
എന്നേക്കുമായ ദൈവമഹത്വത്തിലിരിക്കും. ഇതെല്ലാം അറിയാമെങ്കിലും യേശുവിന്റെ വേദന, ആ മരിക്കുന്നതിന് മുമ്പുള്ള വേദന, അതെ ഞാൻ എൻ്റെ പിതാവുമായിട്ട് ഒരു സമയത്തേക്ക് പിരിയുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അതാണ് യേശുവിന്റെ ഏറ്റവും വലിയ വേദന. ഹല്ലേലൂയ. ഒരു പക്ഷെ അത് കഴിഞ്ഞുള്ള ഉയർച്ചയൊക്കെ അറിയാമെങ്കിലും, അത് കഴിഞ്ഞുള്ള മഹത്വമൊക്കെ അറിയാമെങ്കിലും, ആ വേദന, ആ പിരിയുന്ന വേദന അതൊരു വലിയ അനുഭവമാണ് പ്രിയമുള്ളവരെ. പക്ഷെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ അതേ പിതാവായ ദൈവം മുഖം മറച്ച് കളയത്തക്ക നിലയിൽ, കാരണം ലോകത്തിന്റെ സകലരുടെയും പാപത്തെ യേശുവിന് മേൽ ചുമത്തപ്പെട്ടപ്പോൾ, യേശു നമുക്ക് വേണ്ടി ശാപമായി മാറിയപ്പോൾ, പിതാവായ ദൈവം പോലും മുഖം മറച്ച് കളയുന്ന നിലയിൽ ആ പുത്രൻ അവിടെ കിടക്കുകയാണ്, വിരൂപനായി കിടക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മുടെ പാപത്തിന് ഒരു പരിഹാരം വരുത്തുവാൻ. ഇന്ന് പ്രിയമുള്ളവരെ, ഈ ആനേറ ദേശക്കാരെ ഈ യാഥാർത്ഥ്യങ്ങൾ അറിയരുത്. ഞങ്ങളിവിടെ മരിച്ചു വീണാലും ഇന്ന് നിങ്ങളെ ഈ സുവിശേഷം അറിയിക്കാൻ തക്കവണ്ണമാണ് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കണം. യേശു നിങ്ങൾക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു, ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ഇവിടെ നമ്മുടെ മധ്യേ ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന് വീണ്ടും കടന്നു വരും. ഈ സുവിശേഷത്തെ ആരൊക്കെ അമർച്ച ചെയ്യാൻ നോക്കിയാലും അത് സാധിക്കത്തില്ല. ഒരിക്കൽ വോൾട്ടേർ പറഞ്ഞു, ഈ ബൈബിളിനെ ഞാൻ തള്ളിക്കളയുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ബൈബിൾ എനിക്ക് വേണ്ട, ഈ ബൈബിളിലുള്ള എല്ലാം കള്ളമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ബൈബിളിനെ അദ്ദേഹം എതിർത്തു. അദ്ദേഹം പറഞ്ഞു, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ലോകത്തിൽ ആരും തന്നെ ബൈബിൾ വായിക്കത്തില്ല എന്ന് പറഞ്ഞ് ആ നിരീശ്വരവാദിയായി വോൾട്ടേർ ബൈബിളിനെ പരിഹസിക്കാനിടയായി. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞു, വോൾട്ടേർ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ബൈബിൾ സൊസൈറ്റി ആ വീട് വിലയ്ക്ക് വാങ്ങിച്ച് അവിടെ ബൈബിൾ പ്രിന്റ് ചെയ്ത് അടുക്കി വെച്ച് അത് അനേക സ്ഥലങ്ങളിലേക്ക് അയക്കുന്ന ഒരു സ്ഥലമായിട്ട് ആ വീട് മാറ്റപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇതാണ് സുവിശേഷം. ഹല്ലേലൂയ. ആരെതിർത്താലും സുവിശേഷം വളരും. എവിടെ വേണ്ടെന്ന് പറഞ്ഞാലും അവിടെ സുവിശേഷം വ്യാപിക്കും. അതാണ് ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ദേശത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ചങ്കലെ ചോരകെടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരുവനേ ഉള്ളൂ. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരുവനേ ഉള്ളൂ. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾക്ക് വേണ്ടി ഇനി വീണ്ടും വരുന്ന ഒരുവനേ ഉള്ളൂ. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോട് പങ്കിടുന്ന എന്റെ ജീവിതത്തിൽ, എന്റെ 17ാമത്തെ വയസ്സിൽ എല്ലാം തകർത്തരിപ്പണമായ ഒരു യുവാവായിരുന്നു ഞാൻ. എനിക്ക് ജീവിതത്തിൽ ഒരു പ്രത്യാശയുമില്ലായിരുന്നു, ഒരു സമാധാനവുമില്ലായിരുന്നു. എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നിമിത്തം, എന്റെ അച്ഛനും അമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിമിത്തം, എന്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത നിമിത്തം ഞാൻ ഒരു വലയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ എന്റെ 17ാമത്തെ വയസ്സിൽ ഇന്ന് എന്റെ യേശുവിന്റെ ഉള്ളിൽ വന്നുവോ, അന്ന് മുതൽ എനിക്ക് അവൻ സമാധാനം തന്നു, സ്വസ്ഥത തന്നു. ഒരു പക്ഷേ ഏതെങ്കിലും ഊളംപാറയിൽ ഒരു പക്ഷേ മരുന്ന് കഴിച്ച് കിടക്കുന്ന ഒരവസ്ഥയിലൊക്കെ ആകാമായിരുന്നു. പക്ഷെ എന്റെ ദൈവം ഇന്ന് വരെ മരുന്ന് കഴിക്കാതെ നിങ്ങളുടെ മുൻ നിർത്തിയിരിക്കുകയാണ്. അതാണ് യേശുവിന്റെ ഏറ്റവും വലിയ അത്ഭുതം. ഹല്ലേലൂയ. യേശുവിനെ അറിയുമ്പോൾ തരുന്ന ഒരു സമാധാനമുണ്ട്. ആ സമാധാനം സകല ബുദ്ധിയും കവിയുന്ന സമാധാനമാണ്. ഒരു സ്ത്രീകല സഹോദരിക്ക് ഒരു സമാധാനം അനുഭവിച്ചു. ഒരു രാജേഷ് ബ്രദർ ആ സമാധാനം അനുഭവിച്ചു. ഇന്ന് ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും ആ സമാധാനം അനുഭവിച്ചവരാണ്. ഞങ്ങൾ ആ സമാധാനമാണ് ഇന്ന് നിങ്ങളോട് ഘോഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, യേശു കർത്താവ് വിളിച്ചു പറയുന്നു, ബൈബിൾ പറയുന്നു, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. നമ്മൾ നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കരുത്. നാളെ നമ്മുടെ കയ്യിലല്ല. നാളെ നമ്മൾ ജീവിക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇന്ന് എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ദൈവം നിന്നെ വിളിക്കുന്നു. ദൈവം നിന്റെ കുടുംബത്തെ വിളിക്കുന്നു. ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ വിളിക്കുന്നു. ഇന്ന് രോഗത്താൽ അതേ സ്തോത്രം ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? വിഷമിക്കേണ്ട. നിങ്ങൾ യേശു വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ആ രോഗസൗഖ്യം കർത്താവ് തരും. മക്കളുടെ ഭാവി ഓർത്ത് വേദനിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വിഷമിക്കേണ്ട. ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ശ്രേഷ്ഠകരമായ ഭാവി എൻ്റെ കർത്താവ് ഒരുക്കുവാനിടയായി തീരും. യേശുവിന്റെ നാമത്തിൽ മദ്യപാനത്തിന്റെ കെടുതികളെ ഓർത്ത് ആരെങ്കിലും അമ്മമാര് പ്രാർത്ഥിക്കുന്നുണ്ടോ? അച്ഛന്മാര് പ്രാർത്ഥിക്കുന്നുണ്ടോ? വിഷമിക്കേണ്ട. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ആ കുടുംബത്തിലെ മദ്യപാനത്തിൽ നിന്നും കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ വിടുവിക്കാനിടയായി തീരും. സാമ്പത്തികമായ ഭാരങ്ങൾ അലട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? വിഷമിക്കേണ്ട. യേശു വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ കർത്താവ് നിങ്ങൾക്ക് പരിഹാരം തരും. ഹല്ലേലൂയ. ഈ ദൈവം വലിയവനാണ്. ഈ ദൈവം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവം പ്രത്യാശ നൽകിയെങ്കിൽ ഈ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും ഈ ദൈവം പ്രത്യാശ നൽകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ അധികം മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവ് ഇനി വീണ്ടും മടങ്ങി വരുന്നൊരു ദിവസമുണ്ട്. അതേ ബൈബിൾ പറയുന്നു, യുദ്ധങ്ങൾ ഉണ്ടാകും, ക്ഷാമങ്ങൾ ഉണ്ടാകും, മഹാവ്യാധികൾ ഉണ്ടാകും,
ജാതി എതിർക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള സംഭവങ്ങൾ, ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, മഹാവ്യാധികൾ, ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഓർത്തോണം, മനുഷ്യപുത്രന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നിങ്ങൾ ഏത് ജാതിയും ആകട്ടെ, ഏത് മതമോ ആകട്ടെ, ഏത് പാരമ്പര്യമാകട്ടെ, അതൊന്നും കർത്താവിന് വിഷയമല്ല. കർത്താവ് പറയുന്നു, മാറേണ്ടത് മതമല്ല, മാറേണ്ടത് മനസ്സാണ്. കർത്താവ് മാറേണ്ടത് മതമല്ല, മാറേണ്ടത് പേരല്ല, മാറേണ്ടത് നമ്മുടെ മനസ്സാണ്. ഇന്ന് അതാണ് കർത്താവ്, കാലം തികഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുക, മനസ്സിന് മാറ്റമുണ്ടാകുക, മനസ്സിന് മാറ്റമുണ്ടാകുക, ജീവിതങ്ങൾക്ക് മാറ്റമുണ്ടാകുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെയുള്ള ഈ വ്യക്തികൾ അവർ യേശുവിലേക്ക് വന്നപ്പോൾ അവർക്ക് മാറ്റമുണ്ടായി. ഇന്ന് ദൈവം നിങ്ങളെ വിളിക്കുന്നു, ഓരോ കുടുംബങ്ങളെ ദൈവം വിളിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. തലകളെ വണക്കാം. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജാനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ ആനയാർ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇങ്ങനെ ഒരു കൂട്ടായ്മ കർത്താവേ ഒരു ചരിത്ര സംഭവമാണ്. ആദ്യമായിട്ടാണ് കർത്താവേ ഒരു കൂട്ടായ്മയുടെ പൂർത്തീകരിക്കുന്നത്, അതും ഈ മുറ്റത്ത് വെച്ച്. കർത്താവേ, അവളെ കർത്താവ് ഒരുക്കിയതിനായി ഞങ്ങൾ സ്തോത്രം പറയുന്നു. പല കാലാവസ്ഥ ഒരുക്കിയതിനായി ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഞങ്ങളെ ദേശവാസികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അടുത്തും അകലുമായി ശ്രമിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കർത്താവിന്റെ സമാധാനം എല്ലാ കുടുംബങ്ങളിലും അയക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെങ്കിലും വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ, ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ, കടഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ, രോഗത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ, സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് ദൈവ സമാധാനം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സ്നേഹത്താൽ അവരെ നിറയ്ക്കണമേ, യേശുവിന്റെ സമാധാനത്താൽ അവരെ നിറയ്ക്കണമേ, യേശുവിന്റെ സൗഖ്യത്താൽ അവരെ നിറയ്ക്കണമേ. എല്ലാ ഭവനങ്ങളിലും കർത്താവെ നാഥനായി, നായകനായി കർത്താവ് എഴുന്നള്ളുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ഇന്നത്തെ യോഗം കഴിയുമ്പോൾ കർത്താവെ, ഈ വചന അനുഗ്രഹമായെന്ന് പറഞ്ഞുകൊണ്ട് വരും ദിവസങ്ങളിൽ ചില വ്യക്തികൾ കർത്താവിനെ അറിഞ്ഞ് ആ കർത്താവിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരണമേ. മുഖാന്തരമായ ഈ വാത്സല്യ ഭവനത്തെ സ്ത്രീകൾ സഹോദരി കുടുംബം, രാജേഷ് ബദർ കുടുംബം, രജിത്ത് കുടുംബം, അവരെല്ലാം ഓർത്ത് ഞങ്ങൾ സ്തോത്രം പറയുന്നു. അവരെ കുടുംബമായി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, സമൃദ്ധിയോടെ ദൈവകൃപ എല്ലാവരെയും മറയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്രകാരം വന്ന എല്ലാ ജനത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങൾ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആശീർവാദം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും പങ്കെടുത്ത എല്ലാ ദൈവമക്കളോടും ഭൂമിയിലുള്ള സകല വിസ്തന്മാരോടും കർത്താവിന്റെ വരവരി ഇരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവരെയും ഞങ്ങളുടെ ഞായർ സഭായോഗ